ഹായ് ഹലോ ഈ വർഷത്തെ വിജയദശമി ഞങ്ങളുടെ ഫാമിലിക്ക് ഭയങ്കര സ്പെഷ്യലാണ് കേട്ടോ. ഇന്നാണ് ഞങ്ങൾ ജാനക്കുട്ടൻ്റെ ചിലങ്ക കെട്ട്. ഞങ്ങളുടെ വീട്ടിനടുത്തുള്ള ഒരു അമ്പലത്തിൽ വെച്ച് ഞങ്ങൾ ചിലങ്ക കെട്ട് ഭയങ്കര ആഘോഷമായിട്ട് എല്ലാവരും ചേർന്ന് നടത്തുവാണ്. 9 കുട്ടികളുണ്ട് ഇത്തവണ ടീച്ചറിന് അരങ്ങേറ്റത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒക്ടോബർ 24 ഗുരുവായൂർ അമ്പലനടയിലാണ് കേട്ടോ അരങ്ങേറ്റം. അപ്പോൾ അതിനുള്ള എല്ലാ കാര്യങ്ങളും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ എല്ലാവരും ഹാപ്പി ആയിട്ട് ഭയങ്കര ബ്ലിസ്ഫുള്ളായിട്ട് നമ്മൾ മോളുടെ ചിലങ്ക കെട്ട് നടത്തുവാണ് കേട്ടോ. അപ്പോൾ ടീച്ചറിന് കൊടുക്കേണ്ട താലം എല്ലാം റെഡിയാക്കി ടീച്ചറിൻ്റെ അനുഗ്രഹമൊക്കെ വാങ്ങി ചിലങ്ക ടീച്ചർ ആദ്യമായിട്ട് അവളുടെ കാലിൽ കെട്ടി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഡാൻസ്. കുട്ടിക്കാലത്ത് ഡാൻസ് കളിക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ നമുക്കൊന്നും നടക്കാതെ പോയി. അതുകൊണ്ട് തന്നെ എൻ്റെ ജാനുക്കുട്ടി കുഞ്ഞിലേ തൊട്ട് ഡാൻസ് കളിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഫാമിലിയിൽ എല്ലാവരുടെയും വലിയ ആഗ്രഹമായിരുന്നു അവൾ ഡാൻസ് പഠിപ്പിക്കണം. അങ്ങനെ ഒരുപാട് പേരുടെ ആഗ്രഹ സബലീകരണം കൂടിയാണ് ഇന്നത്തെ അവരുടെ ചിലങ്ക കെട്ട്. അച്ഛൻ നാട്ടിൽ കൂടെയില്ലാത്തതിൻ്റെ സങ്കടം ഉണ്ടെന്നാൽ പോലും മുതിർന്നവരെല്ലാവരുടെയും കാല് തൊട്ട് അനുഗ്രഹമൊക്കെ വാങ്ങിയിട്ട് എൻ്റെ മോള് ചിലങ്ക കെട്ടാനായിട്ട് കയറിയിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ടീച്ചറിനുള്ള ദക്ഷിണയൊക്കെ എല്ലാം കൊടുത്തു കഴിഞ്ഞ് ടീച്ചർ ചിലങ്ക കെട്ടി കൊടുത്തപ്പോൾ എല്ലാവർക്കും ഭയങ്കരമായിട്ടുള്ള സന്തോഷമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇത്തവണ വിജയദശമിക്ക് എല്ലാ വർഷവും ടീച്ചറിൻ്റെ കുട്ടികൾ അരങ്ങേറുമ്പോൾ നമ്മൾ അമ്പലത്തിൽ ഉച്ചയ്ക്ക് അന്നദാനമൊക്കെ കൊടുത്ത് എല്ലാവരും നാട്ടിലുള്ള എല്ലാവർക്കും ഭക്ഷണമൊക്കെ കൊടുത്ത് വിജയദശമിയുടെ അന്ന് വൈകിട്ട് നല്ലൊരു പ്രോഗ്രാമും ഒരു ഡാൻസ് പ്രോഗ്രാമൊക്കെ സെറ്റ് ചെയ്ത് അടിപൊളിയായിട്ടാണ് ആഘോഷിക്കുന്നത്. അങ്ങനെ ഈ വർഷവും ഉണ്ട് കേട്ടോ. നല്ല ഡാൻസ് പെർഫോമൻസൊക്കെ വൈകുന്നേരത്തിനുണ്ടായിരുന്നു. ചിലങ്ക കെട്ടി അന്നത്തെ അവളുടെ ഓർണമെൻറ്റ്സ് എല്ലാം ടീച്ചർ ഒന്ന് കാണിച്ചു. അത് കണ്ടപ്പോൾ ഒരാൾ തുള്ളി ചാടുന്നുണ്ട് കേട്ടോ. പിന്നെ ടീച്ചറിൻ്റെ കൂടെ വന്ന് എല്ലാ ഫാമിലിയും എല്ലാ കുട്ടികളും പാരൻസും എല്ലാവരും ടീച്ചറിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുത്തു. പിന്നെ ടീച്ചറിൻ്റെ കൂടെയുള്ള ബാക്കി ഹെൽപ്പ് ചെയ്യുന്ന ഡാൻസ് പ്രോഗ്രാമിന് എല്ലാ കാര്യവും നോക്കുന്ന ചേട്ടന്മാർക്കൊക്കെ നമ്മൾ ദക്ഷിണ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവരുടെ നിന്ന് അനുഗ്രഹം വാങ്ങിച്ചു. അതിനുശേഷം കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. തൊട്ടടുത്തന്നെ നെൽപ്പാടം ഉണ്ട്. അപ്പോൾ അവിടെ നല്ല ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിച്ചു. അതിനുശേഷം അവിടെ എല്ലാം അടുക്കി പറക്കി ക്ലീനാക്കി നമ്മൾ 9 കുട്ടികളുടെ പാരൻസാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മളെല്ലാവരോടും ഒരേ മനസ്സോടുകൂടി ഒരുപോലെ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്ത് അങ്ങ് പക്കയാക്കി. അങ്ങനെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നേരെ അങ്ങ് വീട്ടിലേക്ക് വന്നപ്പോഴത്തേനും അവിടെ എല്ലാവരും കൂടിയിരുന്ന് പിന്നെ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞു. മൂത്തമ്മ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മൂത്തമ്മയുടെ കൂടെ നിന്ന് അമ്മയും കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിട്ട് നേരെ വീട്ടിൽ പോയി. ഇനി വൈകുന്നേരം വീണ്ടും ജാനുവിന് വേറെ പ്രോഗ്രാമുണ്ട്. അങ്ങനെ രാത്രി ആ പ്രോഗ്രാമിന് പോകാനായിട്ട് എല്ലാവരുമൊക്കെ ഒരുങ്ങി റെഡിയായി നിൽക്കുകയാണ് ഫ്രണ്ട്സുമായിട്ട്. പിന്നെ അവരുടെ വർത്താനങ്ങളും ഒരുക്കങ്ങളും ബഹളങ്ങളും ഒക്കെ ആയിട്ട് വൈകുന്നേരം പിന്നെ നേരെ അങ്ങോട്ടേക്ക് പോയി. എല്ലാം കഴിഞ്ഞ് ഇന്ന് കുക്ക് ചെയ്യാനൊന്നും നേരം കിട്ടില്ല. പിന്നെ വരുന്ന വഴിക്ക് പാഴ്സൽ മേടിച്ചിട്ടൊന്ന് രാത്രി പൊറോട്ടയും ചിക്കൻ ഫ്രൈയും ചിക്കൻ കറിയും കഴിച്ച് അങ്ങനെ ഒരു ദിവസം ഫുള്ള് ഓടി നടന്ന ക്ഷീണം ഫുഡ് അടിച്ചങ്ങ് മാറ്റി. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.